പക്ഷെ കയ്യിൽ 5 പൈസ കാണില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓരോ കച്ചവടക്കാരൻ്റെയും കാറ് കാണുമ്പോൾ അല്ലെങ്കിൽ വീട് കാണുമ്പോൾ നമ്മളൊക്കെ അസൂയയോടെ നോക്കാറുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? വെറും EMI ആണ്, മിക്കവരും EMI ആണ്. നമ്മളൊക്കെ കാണുന്ന ചിരിച്ച മുഖത്തിന് പുറമെ ഒരു കരയുന്ന മുഖം അല്ലെങ്കിൽ കരയുന്ന ഒരുപാട് കഥകളുണ്ട്. മിക്ക കച്ചവടക്കാരും സ്വന്തം സ്ഥാപനം ഗ്രോ ചെയ്യാൻ വേണ്ടി ഒരുപാട് എഫോർട്ട് കൊടുക്കുന്നവരാണ്, പ്രസ്ഥാനത്തിനോട് എഫോർട്ട് കൊടുക്കുന്നവരാണ്. പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. സ്ഥാപനം എപ്പോഴും ടോപ്പിലെത്തുക, സ്ഥാപനം എപ്പോഴും ഹൈ ലെവലിൽ നിൽക്കുക, ക്ലയൻറ്റിന് അതുപോലെ സർവീസ് കൊടുക്കുക, സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മാത്രം ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്, ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. പക്ഷേ കയ്യിൽ 5 പൈസ കാണില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു കൂട്ടുകാരൻ കടം ചോദിക്കുമ്പോൾ കൈ കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, കാരണം പേഴ്സണലി കൈ പൈസ ഇല്ല. സ്ഥാപനത്തിൽ പൈസ ഉണ്ടാവും, സ്ഥാപനം ഗ്രോ ചെയ്യുക, സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, വർഷങ്ങളായിട്ട് സ്ഥാപനത്തിന് അവർക്ക് എഫോർട്ട് കൊടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാർ നമ്മൾ കാണാം. അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എപ്പോഴും ഹെവി ആയിരിക്കും, റിച്ച് ആയിരിക്കും, ഒരുപാട് ഫണ്ട് റോൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ കൈ പൈസ കാണില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തുന്ന പോലെയാണ് ഓരോ ആളും സ്ഥാപനം വളർത്തിക്കൊണ്ടിരിക്കുക. ഡേ ആൻഡ് നൈറ്റ് അത്രയും എഫോർട്ട് കൊടുത്താണ് ഓരോ ഓണ്ടർപ്രണേഴ്സും സ്ഥാപനം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ കാണുന്ന ചിരിച്ച മുഖം മാത്രമല്ല, ഇതിൻ്റെയൊക്കെ പുറകെ ഒരുപാട് കരയുന്ന മുഖങ്ങൾ, ഒരുപാട് എഫോർട്ട് കൊടുക്കുന്ന മുഖങ്ങൾ കാണാൻ സാധിക്കും.